यह लड़का पुस्तक पढ़ता है. ഈ ആൺകുട്ടി പുസ്തകം വായിക്കുന്നു. यह लड़की पुस्तक पढ़ती है. ഈ പെൺകുട്ടി പുസ്തകം यह लड़की पुस्तक. ആരാ? എന്താ ഈ നേരത്ത്? ഒന്ന് പുറത്തേക്ക് വരുന്നേ, ഒരു കാര്യം പറയാനാ. നിങ്ങൾ എങ്ങോട്ടായി പോകുന്നേ? ഏയ്, കാര്യം എന്താ പറ. അങ്ങനെ അങ്ങ് പോവാ. ഞാൻ വെറുതെ ഒരു തമാശക്ക്. തമാശക്കോ? തന്നെ ഞാൻ പിടിച്ച് ഇപ്പൊ പോലീസിലെത്തിക്കും. സാർ എന്നോട് പൊറുക്കണം, മാപ്പാക്കണം. ഇത്രയും കാലം കച്ചവടം ചെയ്തിട്ട് ഒരു കൊച്ചു വീട് ഉണ്ടാക്കാൻ പോലും സാധിച്ചില്ല. ചായക്കടയുടെ പിറയിലാ കിടപ്പ്. പ്രേതബാധ ഉണ്ടെന്ന് വിചാരിച്ച് ആളുകൾ ഒഴിഞ്ഞു പോയാൽ മേനോൻ സാർ ആ വീട് വിൽക്കും. കുറഞ്ഞ വിലയ്ക്ക് അത് വാങ്ങാന്നൊരു ബുദ്ധിമോശം തോന്നിപ്പോയി. ഇനി ആ പരിപ്പ് വേവൂല. വേവാൻ വയ്ക്കേയില്ല. നമ്മൾ രണ്ടുപേരും അല്ലാതെ ഈ വിവരം ആരെങ്കിലും അറിഞ്ഞാൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. ഭീഷണിയൊന്നും വേണ്ട. വയസ്സിന് മൂത്താളല്ലേ എന്ന് വെച്ച് തൽക്കാലം ഞാൻ വിടുന്നു. പക്ഷെ ഇനി വാല് പൊക്കിയാൽ ഈ ജന്മം പൊക്കും. ഓ, കുട്ടപ്പ, ഓ മുത്തശ്ശിന് 2 ഇളനീര് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതും കൂടി ഇട്ടോളൂ. ആ. अरे कुट्टप्पन, तू कैसे है? सब ठीक है ना? तूने खाना नहीं खा लिया? ആ സാറെന്താ പറഞ്ഞത്? കുട്ടപ്പന് ഒഴിവില്ലെങ്കിൽ മൂപ്പര് കയറി തേങ്ങിയിട്ടോളാന്ന്. ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. വരൂ വരൂ, ഇരിക്കൂ. ഇനി നമ്മള് ബന്ധുക്കളുടെ ഇടയില് ഈ കൈമളുടെ ആവശ്യമില്ലല്ലോ അല്ലേ? അയ്യോ, ഞാനങ്ങ് പോയേക്കാം, പുറത്ത് നിൽക്കാം. മേനോ സാറിന് ചായ? നോ താങ്ക്സ്. ഞങ്ങളിപ്പോ വരുന്ന വഴി കുടിച്ചതേ ഉള്ളൂ. മാത്രമല്ല, ഉത്തരവാദപ്പെട്ട ഒരു ഉദ്യോഗസ്ഥന്റെ സമയം ചായ കുടിച്ച് വർത്താനം പറഞ്ഞ് കളയാനും പാടില്ലല്ലോ. എന്ത് ഉത്തരവാദിത്വം മേനോ സാറേ? എങ്ങനെയെങ്കിലും 30 ദിവസം തള്ളി നീക്കണം. കിട്ടുന്ന ചെല്ലുവാനം വാങ്ങി പോക്കറ്റിലിടണം. കൂടുതൽ ആത്മാർത്ഥത കാണിച്ചാൽ നമ്മൾ ഒറ്റപ്പെടും. അല്ല, സാറിനോട് ഇത് പറയേണ്ട ആവശ്യമില്ലല്ലോ. എന്നെക്കാൾ അനുഭവമുള്ള ആളല്ലേ. അങ്ങനെ ഒറ്റപ്പെട്ടത് കൊണ്ടാ ഇവിടെ വന്ന് താങ്കളെ കാണാൻ ഞാൻ തീരുമാനിച്ചത് തന്നെ. മുഖവരെ ഒന്നും വേണ്ട. കൈമളെല്ലാം എന്നോട് പറഞ്ഞിട്ടുണ്ട്. കോരപ്പത്ത് കുഞ്ഞിരാമൻ നമ്പ്യാരെ പറ്റി കേട്ടിട്ടുണ്ടോ? എന്റെ അച്ഛൻ അന്ന് വീട്ടിൽ വന്നപ്പോ ഞാൻ സൂചിപ്പിച്ചിരുന്നല്ലോ. ബസ് സർവീസ് ആയിരുന്നു. അന്യരുടെ കാര്യം പോട്ടെ, എന്റെ അമ്മ ചെന്ന് ഒരു കാര്യം പറഞ്ഞാൽ കൂടി നേരിട്ട് കാണാതെ വിശ്വസിക്കില്ല. ആ അച്ഛന്റെ മകനാ ഞാൻ. പിന്നെ മേനോ സാർ എന്തിനാ വിഷമിക്കണേ? അതല്ല, ഇതിപ്പോ 6ാമത്തെ ആലോചന എന്റെ മോക്ക് വരുന്നത്. 5 മുടങ്ങിപ്പോയത് അവസാനത്തെ നിമിഷത്തിലാ. ആദ്യമൊന്നും ഞാൻ അത്ര കാര്യമാക്കിയില്ല. പിന്നെ എനിക്കൊരു തോന്നല്, ആരോ മനഃപൂർവ്വം ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർ പ്രവർത്തിക്കട്ടെ തന്നെ. എന്റെ മകന് നിങ്ങളുടെ മകളെ ഇഷ്ടപ്പെട്ടു. ജാതകവും നല്ല ചേർച്ച. ഇനി നമുക്കിടയിൽ 3ാമതൊരാൾക്ക് പങ്കില്ല, ഈ കൈമളിന് പോലും. അല്ല, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഭാര്യ മരിച്ചതിന് ശേഷം ഞാനാണ് അവർക്ക് അമ്മയും അച്ഛനും ഒക്കെ. കൂട്ടുകാരെ പോലെ ഞങ്ങള്. എന്റെ മക്കളുടെ കണ്ണു കലങ്ങാൻ ഞാൻ ഇതുവരെ അവസരം ഉണ്ടാക്കിയിട്ടില്ല. കാരണമൊന്നുമില്ലാതെ കല്യാണങ്ങൾ ഇങ്ങനെ ഓരോന്ന് മുടങ്ങിപ്പോകുന്ന കാണുമ്പോ അവിടെ മനസ്സ് പഠിക്കുന്നുണ്ട്. ഞാൻ സങ്കടപ്പെട്ടാലോ എന്ന് കരുതി വിഷമം പുറത്ത് കാണിക്കാത്തതാ. ഇനി അങ്ങനെ സംഭവിച്ച എന്റെ മോക്ക് താങ്ങാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ടാ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന മുമ്പ് നേരിട്ട് ഇത് പറയാമെന്ന് വെച്ചത്. വേണ്ടെങ്കിൽ ഇവിടെ വെച്ച് നിർത്താലോ. എന്താ മേനോ സാറേ ഇത്? നിങ്ങളുടെ മകൾ എന്റെ മരുമകളായി വരുന്നത് എനിക്ക് സന്തോഷം മാത്രമല്ല, അഭിമാനം കൂടിയാണ്. മറ്റൊന്നും ആലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കരുത്. എനിക്ക് വാക്കൊന്നേ ഉള്ളൂ. കല്യാണ നിശ്ചയത്തിന് പണിക്കർ കുറിച്ച് തന്ന തീയതി ഞാൻ കൈമളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതിനു വേണ്ട ഏർപ്പാടുകൾ ചെയ്തോളൂ. ഒന്നൊതുങ്ങും. അരവിന്ദന് വരാൻ പറ്റും തോന്നുന്നില്ല. ചാണകവണ്ടി വരും. നിശ്ചയം തന്നെ ഒരു കല്യാണത്തെക്കാൾ ഗംഭീരം. ഈ നിലയ്ക്ക് പോയാ പാവപ്പെട്ട ചെറുപ്പക്കാർക്ക് ഒരു കല്യാണം നടത്തണമെങ്കിൽ ചിലവ് എവിടെ ചെന്ന് നിൽക്കും?
അതേക്കുറിച്ച് ഓർത്ത് നീ തലമുണ്ടാക്കണ്ട. ബുദ്ധിയും വിവേകവും ഇല്ലാത്ത നിനക്ക് കുടുംബത്തിൽ പിറന്നവരാരും മാന്യമായിട്ട് കല്യാണം നടത്തി തരില്ല. ചേട്ടനല്ലേ എന്റെ ഗുരു, യഥാ രാജ തഥാ പ്രജ. വാച പഠിക്കാൻ നീ പോയി ചോറുളമ്പ്. കുറച്ച് താമസം ഉണ്ട്, അരി വേവുന്നുള്ളൂ. മണി രണ്ടായിട്ടോ? ചേട്ടൻ ഇത്രയും മനുഷ്യപ്പറ്റില്ലാണ്ടാവും ഞാൻ വിചാരിച്ചോ? മനസ്സിലായില്ല. തൊട്ട് മുറ്റത്ത് നല്ല ഒന്നാന്തര സദ്യ, വളരെ കാര്യമായിട്ട് അവരൊന്ന് വിളിച്ചതല്ലേ. പോകുന്നില്ലാന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ അരി അടുപ്പത്തിട്ട്. എടാ, കല്യാണ നിശ്ചയം എന്നൊക്കെ പറയുന്നത് ബന്ധുക്കൾക്കും അടുത്ത സുഹൃത്തുക്കൾക്കും ഉള്ളതാണ്. നമ്മൾ ഈ രണ്ട് വിഭാഗത്തിലും പെടില്ല. ക്ഷണിക്കേണ്ടത് അവരുടെ മര്യാദ, പോവാതിരിക്കേണ്ടത് നമ്മുടെ. പക്ഷെ ഞാനാണെങ്കി പോയനെ. നീയല്ലല്ലോ ഞാൻ. അതെ, ഇത് ഇവിടെ തരാൻ പറഞ്ഞു. എന്താ ഇത്? പായസം. അയ്യോ, ഇതൊന്നും വേണ്ടായിരുന്നല്ലോ. എന്നാലും കൊണ്ടുവന്നതല്ലേ, ഇങ്ങോട്ട് തന്നോളൂ. എങ്ങനെയുണ്ട് ചേച്ചിയെ കെട്ടാൻ പോകുന്ന ചേട്ടൻ? കുഴപ്പമൊന്നുമില്ല, എന്നാലും നിറം കുറച്ച് കുറവാ. അത് സാരമില്ല. എവിടെ ജോലി? എയർഫോഴ്സില്. എന്നത്തേക്കാ നിശ്ചയിച്ചത്? 18-ാം തീയതി. ഈ മാസം 18-ാം തീയതിയോ? അപ്പൊ കല്യാണം അടുത്തല്ലോ. പാത്രം വേണ്ടേ? അത് ഞാൻ പിന്നെ വാങ്ങിച്ചോളാം. സമയാസമയത്ത് കല്യാണം കഴിക്കാൻ പറ്റുകയെന്ന് പറയുന്നത് ഒരു ഭാഗ്യം തന്നെയാ. മിസ്റ്റർ കരുണാകരൻ നായർ, 12/48, ലെവൽ ക്രോസ് റോഡ്, ബാന്ദ്ര വെസ്റ്റ്, മുംബൈ. പ്രൊഫസർ രാമചന്ദ്രൻ നായർ. നമ്മുടെ ഗോപിനാഥന്റെ പേരുള്ള മറക്കല്ലേ ശേഖര? ഏത് ഗോപിനാഥൻ? സുഭദ്ര ആശുപത്രി കിടന്നപ്പോ എന്നും കഞ്ഞു കൊണ്ടുപോയ ഗോപിയെ. ആ, അവരൊക്കെ ഈ ലിസ്റ്റിൽ കാണും. ആ, എത്രയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാലും കുറെ പേരൊക്കെ വിട്ടുപോകും. കല്യാണം നടത്തി പരിചയമുള്ളവർക്ക് പരാതിയും കേൾക്കേണ്ടി വന്നിട്ടുണ്ടാവും. എഴുതിയോ? പ്രൊഫസർ രാമചന്ദ്രൻ നായർ, നെല്ലേലിൽ ഹൗസ്. നെല്ലേലിൽ ഹൗസ്. ഒന്നിങ്ങി വന്നേ. എന്താ വാ. നീ കാര്യം എന്താണെന്ന് പറ. ചേച്ചിക്ക് ഭയങ്കര വിഷമം. എന്ത് ചോദിച്ചിട്ടോ ഒരക്ഷരം മിണ്ടുന്നില്ല. ദാ, നീ തന്നെ നോക്കിയത്. സംശയമുള്ള അഡ്രസ് മാറ്റി വെച്ചാൽ മതി. എന്തു പറ്റി എന്റെ കുട്ടിക്ക്? ഒന്നുമില്ല, കല്യാണമൊക്കെ കഴിയുമ്പോൾ നമ്മളൊക്കെ വിട്ടു പോകണ്ടേ, അത് ഓർത്തിട്ടാവും. പാടി. എന്താ മോളെ? എന്താ? അത് കൊള്ളാം. ഇവളെന്നെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ. നീ വല്ലാതെ സങ്കടപ്പെട്ടിരിക്കാന്നും പറഞ്ഞു. ഞാൻ വെറുതെ പറഞ്ഞതല്ലച്ചാ, കരയുന്നുണ്ടായിരുന്നു. എന്തിനാ ചോദിച്ചിട്ടൊന്നും മിണ്ടിയതും ഇല്ല. എനക്ക് തോന്നിയായിരിക്കും. എന്നാ പിന്നെ ചോദിക്കുന്നതിനെങ്കിൽ ഉത്തരം പറഞ്ഞൂടെ? എടീ ഉദ്ദൂസേ, അവള് വിവരമുള്ള കുട്ടിയാ. നിന്റെ മണ്ടൻ ചോദ്യത്തിന് ഉത്തരം പറയണ്ടെന്ന് വിചാരിച്ചാണ് അല്ലേ മോളെ? നീ എന്ന അഡ്രസ് ആ കുട്ടൂസിനെ സഹായിക്കും. അച്ഛന്റെ കണ്ണ് വേദനിച്ചു തുടങ്ങി. ചെല്ല്. എന്തിനാ എന്റെ മോള് കരഞ്ഞ്? കല്യാണം എന്നൊക്കെ പറഞ്ഞ എപ്പോഴായാലും വേണ്ടതല്ലേ. കുറച്ച് വിഷമം ഉണ്ടാകും, അതൊന്നും സാരമില്ല. നല്ല ഭർത്താവും നല്ല കുടുംബവും ഒക്കെ ആകുമ്പോ അതൊക്കെ അങ്ങ് മാറിക്കോളും. പിന്നെ നീ എവിടെ പോയാലും അച്ഛന്റെ മോളല്ലേ. ഞങ്ങളൊക്കെ എപ്പോഴും നിന്റെ ഓടില്ലേ. പ്രശ്നമൊന്നുമില്ല മാഡം. എന്ത് പ്രശ്നം? അല്ല, എന്റെ ബില്ലിന്റെ കാര്യം. മാഡം ഇങ്ങനെ ഒന്നും മിണ്ടാതിരിക്കുമ്പോ ടെൻഷനാ. ഞാൻ ഇന്നലെ മിസ്റ്റർ ഹരീന്ദ്രന്റെ വീടിന്റെ മുമ്പിൽ കൂടെ പോയായിരുന്നു. എന്തിന്? വെറുതെ. ടൗണിലേക്ക് പോകുമ്പോ റോഡ് ബ്ലോക്ക്. ചുറ്റിക്കറങ്ങി പോയത് ആ വഴിക്കാ. ഡ്രൈവറാണ് വീട് കാണിച്ചത്. ബില്ലിന്റെ കാര്യം? ആ വലിയ വീടിന്റെ മുന്നിൽ സാരി ഉടുത്തൊരു പെണ്ണിനെ കണ്ടിരുന്നു. ഹൗസ് ഓണറുടെ മോളായിരിക്കും അല്ലേ? ആയിരിക്കും. മിസ്റ്റർ മേനോന് 2 പെൺകുട്ടികൾ കൂടി ഇല്ലേ? അതൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണ് മാഡം. കള്ളം. ഒരാൾ കമ്പ്യൂട്ടർ സയൻസിനും ഒരാൾ ഫസ്റ്റ് PDCക്കും. ഇതൊക്കെ ആര് പറഞ്ഞു? ആരോ ആവട്ടെ, ശരിയല്ലേ? എനിക്കിതൊക്കെ അന്വേഷിക്കാൻ എവിടെ നേരം? മാഡം ബില്ലിന്റെ കാര്യമൊന്നും പറഞ്ഞില്ല. മിസ്റ്റർ ഹരീന്ദ്രന്റെ മനസ്സിൽ ഇത് മാത്രമേ ഉള്ളൂ. എന്റെ ചെക്കിംഗ് എല്ലാം കഴിഞ്ഞു. ഇനി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഒന്ന് കണ്ടാൽ നേരെ അക്കൗണ്ട്സിലേക്ക് വിട്ടേക്കാം. പോരെ? താങ്ക് യു. ട്രിവാൻഡ്രത്തേക്ക് എന്നാ പോകുന്നത്? നാളെ പുലർച്ചയ്ക്കുള്ള വണ്ടിക്ക്. അവിടെ എന്റെ ചേട്ടനുണ്ട്, ടെലിഫോൺസിലാ. ഞാൻ വിളിച്ചു പറയാം ഹരിയെ വന്നൊന്ന് കാണാൻ. ഒന്ന് കാണുന്നതിൽ വിരോധമൊന്നുമില്ലല്ലോ. ഇതെന്റെ ചേട്ടന്റെ ഫോൺ നമ്പറാ. താമസിക്കുന്നത് എവിടെയാന്ന് വെച്ചാ ഫോൺ ചെയ്ത് പറഞ്ഞാ മതി. എന്റെ ബില്ലിന്റെ കാര്യം എനിക്ക് മനസ്സമാധാനത്തിന് പോകലല്ലേ? ഹരിയുടെ നക്ഷത്രം ഏതാ? ഉത്തിട്ടാതെയോ പോലൂരിട്ടാതെയോ അങ്ങനെ എന്തോ അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എനിക്കത്ര തീർച്ച പോരാ. വാരഫലം നോക്കുമ്പോ ഏത് നക്ഷത്രമാണോ നല്ലത് അതാണ് ആഴ്ചയിലെ എന്റെ നക്ഷത്രം.
ഇതെന്തിനാ ഇപ്പൊ അലാറം അടിക്കുന്നു? അതാ ഞാനും നോക്കുന്നത്. കാലത്ത് 4 മണിക്കാണല്ലോ ഞാൻ അലാറം വെച്ചത്. ഒരു കാര്യം ചെയ്യുമ്പോ അതിൽ മാത്രം ശ്രദ്ധ വേണം. വേണ്ട, കൃത്യസമയം നോക്കി അലാറം വെക്കല. ഇപ്പൊ ഓക്കെ. എന്നെ എന്തിനാ നോക്കുന്നത്? ചേട്ടൻ ഇപ്പൊ എന്നെ ഉപദേശിച്ചില്ലേ, ഇനി ഞാൻ ചേട്ടനെ ഉപദേശിക്കാം. കാശ് കൊടുത്തൊരു സാധനം വാങ്ങുമ്പോ ആ സാധനം ഉപയോഗയുക്തമാണോ എന്ന് പരിശോധിച്ച് വാങ്ങണം. ഭാഗ്യത്തിന് ടൈം പീസ് വാങ്ങിയ ഞാനല്ല. ഓ, കാലത്ത് എഴുന്നേക്കാൻ ഞാൻ എന്ത് ചെയ്യും എന്റെ ഭഗവാനെ? ഒരു കാര്യം ചെയ്യ്, ചേട്ടൻ ഇന്ന് രാത്രി ഉറങ്ങണ്ട. കാലത്ത് 4 മണിക്ക് കുളിച്ച് നേരെ സ്റ്റേഷനിലേക്ക് വിട്ടോ. വണ്ടിയിലിരുന്ന് സുഖമായിട്ട് ഉറങ്ങാലോ. അത് വേണ്ട, നീ ഇന്ന് ഉറങ്ങണ്ട. 4 മണിക്ക് എന്നെ വിളിച്ച് എഴുന്നേപ്പിച്ചിട്ട് നിനക്ക് സുഖമായിട്ട് ഉറങ്ങാമല്ലോ. അത്രയ്ക്ക് സുഖം ഞാൻ ആഗ്രഹിക്കുന്നില്ല. അല്ലെങ്കിൽ വേറൊരു കാര്യം ചെയ്യും, ചേട്ടൻ ഇപ്പൊ തന്നെ സ്റ്റേഷനിലേക്ക് വിട്ടോ. പ്ലാറ്റ്ഫോമിൽ നല്ല ഫസ്റ്റ് ക്ലാസ് ബെഞ്ചുകൾ കാണും, അതിൽ സുഖമായിട്ട് കിടന്ന് ഉറങ്ങ്. 4:30-ക്കുള്ള വണ്ടിയുടെ ശബ്ദം കേൾക്കുമ്പോൾ ഉണരാലോ. നേരെ വണ്ടി ചാടി കയറി പോവുകയും ചെയ്യാം. ആരാ നോക്ക്. എടാ, വാതിൽ തുറന്ന് ആരാന്ന് നോക്കാൻ. ഞാൻ ഷട്ടപ്പ്, ചേട്ടൻ ഓപ്പൺ. എന്താ ഈ നേരത്ത്? വെറുതെ. കോൺട്രാക്ടർ കിടന്നോ? ഇല്ല, എനിക്ക് നാളെ പുലർച്ചക്കുള്ള വണ്ടിക്ക് തിരുവനന്തപുരത്ത് പോകണം. സാധനങ്ങളൊക്കെ എടുത്ത് വെക്കായിരുന്നു. ഏതായാലും സാറിനെ കണ്ടത് നന്നായി. ബില്ല് മാറി കിട്ടാൻ താമസിച്ചാൽ എനിക്ക് കുറച്ച് ദിവസം അവിടെ തങ്ങേണ്ടി വരും. അപ്പോ മോളുടെ കല്യാണത്തിന് പങ്കെടുക്കാൻ പറ്റില്ല. അതിപ്പോ കുറച്ച് നേരത്തെ വന്നാലും പറ്റില്ല. അതെന്താ? കല്യാണം മുടങ്ങി. എല്ലാം ഒരുക്കി കഴിഞ്ഞ കല്യാണ മണ്ഡപം ബുക്ക് ചെയ്തു, വരുന്നവർക്ക് താമസിക്കാൻ മുറികൾ ഏർപ്പാടാക്കി, സ്വർണ്ണം ഏൽപ്പിച്ചു, സദ്യക്കുള്ള സാധനങ്ങൾ അടക്കം വാങ്ങി. പക്ഷെ ഇന്നൊരു ബോംബ് വീണു, ഒരു ആറ്റൻ ബോംബ്. ചെറുക്കൻ ഇല്ലീഗലായിട്ടൊരു ബന്ധമുണ്ടത്രേ. അത് വീട്ടുകാർക്ക് ഇപ്പോഴാ മനസ്സിലായതെന്ന്. പറഞ്ഞ ചെറുക്കന്റെ തന്തയാ, മാന്യൻ. അയാളിനോട് ഒരുപാട് മാപ്പ്, അതിഭയങ്കരമായ പെർഫോമൻസ്. അത് കഴിഞ്ഞിട്ടുള്ള വരവായത്. വീട്ടിൽ കയറിയില്ലേ? എങ്ങനെ കയറും? 6ാമത്തെ കല്യാണമായി മുടങ്ങുന്നേ. വീട്ടിൽ കയറിയ എന്റെ മോടെ മുഖത്ത് നോക്കിയത് പറയണ്ടേ. പിന്നെ 2 വീശി ഒരു ധൈര്യത്തിന്. അതില്ലാത്തതാ, അതിന്റെ ഒരു മടി വേറെ. എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് പഠിക്കി നിൽക്കുമ്പോഴാ ഇവിടെ ലൈറ്റ് കണ്ടത്. ഏതായാലും ഈ ശുഭവാർത്ത ആദ്യം അറിയിക്കുന്നത് കോൺട്രാക്ടറെ. ഇത്രത്തോളമായിട്ട് കല്യാണം മുടങ്ങിയാൽ ശത്രുക്കളും അസൂയക്കാരൊക്കെ ഒരുപാടുണ്ട്. റിട്ടയർ ചെയ്യാൻ 1 കൊല്ലം ബാക്കിയുള്ളപ്പോ കുട്ടികളെയും കൂട്ടി ഈ ഓണം കയറാൻ മൂലയിൽ ഒതുങ്ങിക്കൂടി എന്തുകൊണ്ടാണെന്ന് കോൺട്രാക്ടർക്ക് അറിയാവോ? സത്യത്തിൽ പേടിച്ചിട്ടാ. എല്ലാ കനലുകളും ഈ നെഞ്ചിൽ മാത്രമേ ഉള്ളൂ. നമ്മുടെ പ്രയാസങ്ങൾ എന്തിനാ മറ്റുള്ളവരറിയുന്നത്? സന്തോഷം മാത്രമേ പങ്കുവെക്കാൻ പാടുള്ളൂ, ദുഃഖം ഒരിക്കലും പങ്കുവെക്കരുത്. അതിന്റെ തീയിലിങ്ങനെ ഒറ്റയ്ക്ക് കിടന്ന് വേകുന്ന ഒരു സുഖമാ. ഇനിയിപ്പോ തിരക്കായി. മണ്ഡപം ക്യാൻസൽ ചെയ്യണം, സ്വർണം വേണ്ടെന്ന് പറയണം, ക്ഷണിച്ചവരെയൊക്കെ ചെന്ന് കണ്ട് കാര്യം പറയണം. കല്യാണം നടത്തുന്നതിനൊക്കെ തിരക്കാ. കാലത്തെ വണ്ടിക്ക് പോകണ്ടതല്ലേ, മോൻ പോയി കിടന്ന് ഉറങ്ങിക്കും. സോറി, ഞാൻ മോനെന്ന് വിളിച്ചു, അറിയാതെ പറ്റിപ്പോയതാ. ഇതുപോലുള്ള സമയത്താ ഒരു മോനുണ്ടായിരുന്നെങ്കിൽ കൊതിച്ചു പോകുന്നത്. സോറി ട്ടോ. ഗുഡ് നൈറ്റ്.